നഗരസഭ ചീനിത്തോട് വാർഡിൽ 122 വോട്ടുകൾ അനധികൃതമായി ചേർത്തെന്ന UDF ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പ്രദേശത്തെ ലീഗ് നേതാവിന്റെ പരാതിയാണ് ഇതിന് പിന്നിലെന്നും വാർഡ് കൗൺസിലറും CPI നേതാവുമായ CH നൌഷാദ് പ്രതികരിച്ചു. നഗരസഭയിലെ 22-ാം വാർഡ് ചീനിത്തോട് ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി 122 വോട്ട് ചേർത്തു എന്നത് വാസ്തവിരുദ്ധവും നുണയുമാണ്. LDF പ്രവർത്തകർ ഈ വാർഡിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 66 വോട്ടുകൾക്ക് മാത്രമാണ് പുതുതായി അപേക്ഷ നൽകിയത്. എന്നിരിക്കെ 122 വോട്ടുകൾ അനധികൃതമായി പുതുതായി ചേർത്തു എന്ന് പറയുന്നത് നുണയാണെന്ന് രേഖകൾ പരിശോധിച്ചാൽ ബോധ്യമാവും. നിലവിൽ വാർഡിൽ പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിൽ 7 വോട്ട് പുതുതായി ചേർത്തു എന്നതും ശുദ്ധ അസംബന്ധവും നുണയുമാണ്. നിലവിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന മൈലപ്പുറം പ്രദേശത്തെ ഒരു വീട് ഈ അടുത്ത മാസങ്ങളിൽ പൊളിച്ചുമാറ്റുകയും അവരുടെ വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാർഡിലെ UDF പ്രവർത്തകൻ ഫെബിൻ കളപ്പാടൻ എന്നിവർ ഫോറം 5 നൽകിയ അപേക്ഷയിൽ ഓഗസ്റ്റ് 23 ഹിയറിംഗ് നടത്തുകയും പരാതിക്കാരന്റെ സാന്നിധ്യത്തിൽ വോട്ടർമാർ ഹാജരാകുകയും അവരുടെ എല്ലാ രേഖകളും ഹാജരാക്കുകയും മറ്റൊരിടത്തും വോട്ടില്ല എന്ന വാദം പറയുകയും 22 മലപ്പുറം നഗരസഭയിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള താൽക്കാലിക അസാന്നിധ്യം സാധാരണ താമസക്കാരൻ അല്ലാതാവുന്നില്ല എന്നതിന്റെയും ജനാധിപത്യ അവകാശം അകാരണമായി നിഷേധിക്കാൻ പാടില്ല എന്നതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ ആക്ഷേപം പിൻവലിക്കുന്നതിന് പരാതിക്കാരനോട് ആവശ്യപ്പെടുകയും ആക്ഷേപം നിരസിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ UDF കമ്മിറ്റി പൊളിച്ചുമാറ്റിയ വീട്ടിൽ പുതുതായി 7 വോട്ട് ചേർത്തു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. 22-ാം വാർഡ് ചീനിത്തോടിൽ 122 വോട്ട് ഈ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം പുതുതായി ചേർത്തു എന്നുള്ളതാണ്. ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ആ വാർഡിലെ LDF പ്രവർത്തകർ 66 വോട്ടാണ് പുതുതായി ചേർത്തിട്ടുള്ളത്. അവിടെ താമസമുള്ള 66 വോട്ടാണ് പുതുതായി ചേർത്തിട്ടുള്ളത്. അതിന് ഒന്നാമത്തെ ആരോപണം 122 വോട്ട് ചേർത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് അവർ ഉന്നയിച്ചത് ഈ വാർഡിൻ്റെ ഒരു ഭാഗമായി മൈലപ്പുറത്ത് അവിടെ വീട് പൊളിച്ചു പോയ വീട്ടിൽ പുതുതായി 7 വോട്ട് ചേർത്തു എന്നുള്ളതാണ്. അതും തികച്ചും വാസ്തവിരുദ്ധമാണ്. വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിലവിൽ വോട്ടർ പട്ടികയിലുള്ള 7 പേർക്ക് എതിരെ വീട് പൊളിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ പ്രദേശത്തെ പ്രാദേശിക നേതാവ് UDFിൻ്റെ നേതാവ് ഫോറം 5 ഒരു അപേക്ഷ നൽകി ഇവരെ വോട്ട് വെട്ടിമാറ്റുന്നതിന് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി ഹിയറിങ്ങിന് ഈ 7 പേർക്ക് നോട്ടീസ് നൽകി. അപ്പോൾ 22-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന മുനിസിപ്പൽ എഞ്ചിനീയർ സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും യോഗം വിളിച്ചു. ആ യോഗത്തിൽ പൊതുവായി ഒരു ധാരണ ഉണ്ടായി. ഈ തള്ളലുമായി ബന്ധപ്പെട്ട് വോട്ട് വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് സുഗമമായി നടത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും യോഗം വിളിച്ചത്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. താൽക്കാലികമായി വീട് പണിയോ മറ്റു കാരണങ്ങൾ കൊണ്ടോ വാർഡിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളെ വോട്ട് രേഖകളെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് എല്ലാ രേഖകളും കൈവശമുണ്ടെങ്കിൽ അവരെ വോട്ട് ജനാധിപത്യ അവകാശം വെട്ടിമാറ്റരുത്, അവരെ വോട്ട് വെട്ടിമാറ്റരുത് എന്നുള്ള ഒരു പൊതു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി ഫോറം 5 ആ വാർഡിലെ ഒരു UDFിൻ്റെ നേതാവ് പ്രാദേശിക നേതാവ് കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് നടന്നു. ഈ ഹിയറിംഗിൽ ഈ പറയപ്പെടുന്ന 7 വോട്ടർമാർ അവിടെ ഹാജരാകുകയും അവരെല്ലാ രേഖകളും ഹാജരാക്കുകയും അവർക്ക് മലപ്പുറം നഗരസഭയിലോ കേരളത്തിൽ എവിടെയെങ്കിലോ ഒരു സ്ഥലത്തും വോട്ടില്ലാന്നും അവർ താൽക്കാലിക അസാന്നിധ്യമാണ്, താൽക്കാലികമായി വീട് പണി കൊണ്ട് കാരണം മാറി നിന്നതാണ്, തിരിച്ച് ഈ 22-ാം വാർഡിലേക്ക് തന്നെ വരും എന്ന് അവർ ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിലും പരാതിക്കാരൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയും ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരനോട് ആക്ഷേപം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ പിൻവലിക്കാൻ തയ്യാറാകാത്ത സ്ഥിതിയിലാണ് ഇവരെല്ലാ രേഖകളും പരിശോധിച്ച് സർവകക്ഷി യോഗ തീരുമാനം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശം പ്രകാരമാണ് ഇവരെ വോട്ട് ആക്ഷേപം നിരസിക്കാൻ വേണ്ടി ഹിയറിംഗ് ഓഫീസർ ശുപാർശ ചെയ്തത്. എന്നാൽ UDF കമ്മിറ്റി പൊളിച്ചുമാറ്റിയ വീട്ടിൽ പുതുതായി 7 വോട്ട് ചേർത്തു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അതുപോലെ CPI ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ഓഫീസിന്റെ നമ്പറിൽ പുതുതായി വോട്ട് ചേർത്തു എന്ന UDF വാദവും വാസ്തവവിരുദ്ധവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. CPI ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നഗരസഭയിലെ 19-ാം വാർഡ് കോട്ടപ്പടിയിലാണ്. ഓഫീസ് സെക്രട്ടറി സുന്ദരനും കുടുംബവും കഴിഞ്ഞ 14 വർഷത്തിലധികമായി ചീനിത്തോട് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. 2015-ലും 2020-ലും നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 21-ാം വാർഡിൽ വോട്ട് ചെയ്ത വോട്ടറാണ് അദ്ദേഹം. എന്നിരിക്കെ പുതുതായി വോട്ട് ചേർത്തു എന്ന് പറയുന്നത് കളവും പച്ച നുണയുമാണ്. മലപ്പുറം നഗരസഭയിലെ UDF കേന്ദ്രങ്ങൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതു മുതൽ കനത്ത പരാജയ ഭീതിയിലായതു കാരണമാണ് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്ന വ്യാജേന ശുചീകരണ തൊഴിലാളികളായ ഒരു കൂട്ടം സജീവ ലീഗ് പ്രവർത്തകരായ ജീവനക്കാർ ഓഫീസിനകത്ത് ഒരു ലോബിയായി പ്രവർത്തിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കുകയും അത് രാഷ്ട്രീയ എതിരാളികളുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്നു. ഇത്തരം സജീവ രാഷ്ട്രീയക്കാരായ ജീവനക്കാരെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ജോലികളിൽ നിയോഗിച്ച്
വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്ന ജീവനക്കാരെ നിയമിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടു. ഇവിടെ വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിന് ഫോറം 5 അപേക്ഷ നൽകിയ പ്രാദേശിക UDF നേതാവിന്റെ വീട് പൊളിച്ചു നീക്കിയിട്ട് 10 വർഷത്തിലധികമായിട്ടും ഇപ്പോഴും വാർഡിൽ വോട്ട് നിലവിലുണ്ട് എന്നിരിക്കെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്നും നൌഷാദ് പറഞ്ഞു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.